ഹായ് നമസ്കാരം. നമ്മളിപ്പോൾ ഉള്ളത് പാതിരാമണലിലാണ് കേട്ടോ. പാതിരാമണൽ എന്ന് പറയുന്നത് പെരുമ്പളം പാലം എന്ന് പറയുന്നത് പെരുമ്പളം നിവാസികൾക്ക് അവരുടെ ഒരു സ്വപ്ന സാക്ഷാത്കാരമായിരുന്നെങ്കിൽ പാതിരാമണൽ എന്ന് പറയുന്നത് പാതിരാമണൽ ദ്വീപിലെ ടൂറിസവും പാതിരാമണൽ ദ്വീപിന്റെ വികസനവും എന്ന് പറയുന്നത് മുഹമ്മക്കാരുടെ ഒരു വികാരമാണ്, മുഹമ്മക്കാരുടെ ഒരു സ്വപ്നമാണ്. അതിന് സാക്ഷാത്കരിക്കും എന്നുള്ള ഒരു പ്രതീക്ഷയാണ് നമുക്കിപ്പോൾ ഉള്ളത്. ഈ അടുത്ത ബഡ്ജറ്റിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നമ്മുടെ ഇവിടേക്ക് വേണ്ടി റോപ്പ് സംവിധാനം, അതായത് ഒരു കേബിൾ കാർ സംവിധാനമാണ് കായ്പുറം ജെട്ടിയിൽ നിന്ന് പാതിരാമണൽ ദ്വീപിലേക്ക് കഴിഞ്ഞ ബഡ്ജറ്റിൽ അറിയിച്ചിട്ടുള്ളത്. അപ്പം അതിൻ്റെയൊക്കെ ഒരു സന്തോഷത്തിലാണ് നമ്മുടെ മുഹമ്മയിലുള്ളവർ പാതിരാമണൽ ദ്വീപിനോട് അനുബന്ധിച്ച് കിടക്കുന്ന കായ്പുറത്തും മുഹമ്മ ഗ്രാമപഞ്ചായത്ത് മുഴുവൻ ആ ഒരു സന്തോഷത്തിലാണ് ഇപ്പോൾ ഉള്ളത്. പാതിരാമണൽ ദ്വീപിൻ്റെ ഒരു വികസനവും അതുപോലെ തന്നെ ഈ ഒരു ദ്വീപിൻ്റെ ഏറ്റവും നല്ല ഒരു ലെവലിലേക്ക് എത്തുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. കാലാകാലങ്ങളായി മുഹമ്മയിലുള്ള എല്ലാവരും ഒരുപോലെ സ്വപ്നം കണ്ട ഒരു സംഭവം തന്നെയാണ്. കാരണം ഈ പാതിരാമണൽ ദ്വീപ് വന്നു കഴിയുമ്പോൾ തീർച്ചയായും ഇതിനോട് അടുത്ത് കിടക്കുന്ന കുമരകം എന്ന് പറയുന്നത് നമുക്ക് നന്നായിട്ട് അറിയാം. കുമരകം എന്ന് പറയുന്ന ആ ഒരു സ്ഥലത്തേക്ക് അവിടുത്തെ ഭക്ഷണം കഴിക്കാനും അതുപോലെ തന്നെ അവിടുത്തെ കായൽ സൗന്ദര്യം ആസ്വദിക്കാനൊക്കെ വിദേശ രാജ്യങ്ങളിൽ നിന്നൊക്കെ ആളുകൾക്ക് ഒത്തിരി വരുന്നുണ്ട്. അപ്പം അതുപോലെ ഒത്തിരി ആളുകൾ ഈ മുഹമ്മ എന്ന് പറയുന്ന ആലപ്പുഴ ജില്ലയിലെ ഈ മുഹമ്മ എന്ന് പറയുന്ന ആ ഒരു പഞ്ചായത്തിലേക്ക്, ആ മുഹമ്മയിൽ നിൽക്കുന്ന ഈ ഒരു പാതിരാമണൽ ദ്വീപിലേക്ക് ഒഴുകിയെത്തും. ഇതൊന്നും ഇല്ലാഞ്ഞിട്ട് തന്നെ നമ്മുടെ ഈ ഒരു ദ്വീപ് കാണാനായി പല സ്ഥലങ്ങളിൽ നിന്നും ഒത്തിരി ആളുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇട ദിവസം ആയിക്കോട്ടെ, അല്ലെങ്കിൽ അതുപോലെ തന്നെ ഹോളിഡേയ്സിലൊക്കെ ഇവിടെ നല്ല ജനങ്ങളാണ് വരുന്നത്. അതുപോലെ തന്നെ നമുക്കിവിടെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെ ഈ മറ്റ് വള്ളങ്ങളും ബോട്ടുകളും എല്ലാം ഒരുപോലെ വരാൻ പറ്റുന്ന ഒരു ഇത് വെള്ളത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്നതാണല്ലോ ദ്വീപ് എന്ന് പറയുന്നത്. ഈ പാതിരാമണൽ ദ്വീപും വെള്ളത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇതിന് ചുറ്റുഭാഗത്ത് നിന്നും, അതായത് ആലപ്പുഴ ജെട്ടിയിൽ നിന്നാണ്, ആലപ്പുഴ ഭാഗത്തു നിന്നാണെങ്കിലും അതുപോലെ തന്നെ തണ്ണീർമുക്കം ഭാഗത്തു നിന്നും കുമരകം ഏരിയയിൽ നിന്നും കോട്ടയം ഭാഗത്തു നിന്നൊക്കെ ഇവിടെ ആളുകൾക്ക് ഒരേപോലെ എത്തിച്ചേരാൻ പറ്റുന്ന ഒരു സ്ഥിതിവിശേഷമാണ് നമ്മുടെ ഈ പാതിരാമണൽ ദ്വീപിനുള്ളത്. കുടുംബശ്രീ പണ്ട് നമ്മൾ ഇവിടെ ഇതേപോലെ ഒരു വീഡിയോ നമ്മൾ എടുത്തിട്ടുള്ളതാണ്. എടുത്തപ്പോൾ അന്ന് സംഭവം ചെറിയൊരു സെറ്റപ്പായിരുന്നു. ഇപ്പോൾ അതിൽ നിന്നൊക്കെ മാറി കേട്ടോ. ഇതിൻ്റെ അകത്തേക്ക് വരുമ്പോൾ നമുക്ക് വെള്ളം കുടിക്കാനും അതിനൊക്കെയുള്ള മാർഗ്ഗങ്ങളൊക്കെ ഉണ്ട്. സാധാരണ ഈ പാതിരാമണൽ വരുമ്പോൾ ഉണ്ടല്ലോ ഇതുപോലെ മാലിന്യങ്ങൾ വലിച്ചെറിയുന്ന പ്രശ്നങ്ങളുള്ളതാണ്. പക്ഷേ അത്രയും മാലിന്യങ്ങൾ നമ്മളിവിടെ നടക്കുന്ന വഴി അങ്ങനെ കാണുന്നില്ല. പക്ഷേ എങ്കിലും ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് ഇവിടെ വലിയ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ, 5000 രൂപ പിഴ ഉണ്ടാവും എന്നൊക്കെയുള്ള. ഇവിടെ ഇടക്കിടക്ക് നടക്കുന്ന വഴിയൊക്കെ ഒന്ന് ഇരിക്കാനുള്ള ചെറിയ സംവിധാനങ്ങളൊക്കെ ഉണ്ട്. ഒത്തിരി മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഇനിയും മാറ്റങ്ങൾ ഒത്തിരി ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കാം നമുക്ക്. വിവിധ ഇനം പക്ഷികളുടെയും അതുപോലെ തന്നെ സസ്യജാലങ്ങളുടെയൊക്കെ ഒരു ആവാസ കേന്ദ്രം തന്നെയാണ് കേട്ടോ ഈ പാതിരാമണൽ എന്ന് പറയുന്നത്. അത്യാവശ്യം നടപ്പൊക്കെ ഇഷ്ടമുള്ളവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതുവഴി വരാൻ കേട്ടോ. കാരണം വെച്ചാൽ നല്ല ശുദ്ധവായു നമുക്ക് ശ്വസിക്കാം. ഏറ്റവും നല്ല ശുദ്ധവായു നമുക്ക് ശ്വസിക്കാം. നല്ല വൃക്ഷങ്ങളുടെ തണലും, എത്ര പുറത്തുനിന്ന് എത്ര നല്ല വെയിലാണെന്ന് പറഞ്ഞാലും ഇതിനകത്ത് വരുമ്പോൾ നമുക്ക് ചെറിയ നല്ല കൂളിംഗ് ആണ്. അതുപോലെ നമുക്ക് മൈൻഡ് നല്ല കൂളിംഗ് ആക്കാം. അതുപോലെ തന്നെ മഴയൊക്കെ ആണെങ്കിൽ മാത്രമേ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടാവുള്ളൂ. പക്ഷേ ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ അത് നമ്മൾ ആസ്വദിക്കുകയാണെന്നുണ്ടെങ്കിൽ അതും നമുക്ക് ബുദ്ധിമുട്ടൊന്നും അല്ല കേട്ടോ. ഒരു വെള്ളം കുടിക്കാൻ പോലും ഭയങ്കര പാടായിരുന്നു. ഇപ്പോൾ ഇതിനകത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെയൊക്കെ ഉണ്ട് കേട്ടോ ഷോപ്പ്. വള്ളിയും പുള്ളി ഇതിനകത്തൊക്കെ ഊഞ്ഞാലടിയൊക്കെ ചെയ്യാം കേട്ടോ. അതുപോലെ പിള്ളേർക്ക് അത്യാവശ്യം കളിക്കാൻ പറ്റിയ ഒരു ചെറിയ ഒരു പാർക്ക് സെറ്റപ്പ് ഉണ്ട്. ഇത് വന്നിട്ട് കുറച്ചായി കേട്ടോ. നമ്മുടെ ആരിഫ് എംപിയുടെ ഫണ്ടിൽ നിന്നെടുത്ത് ചെയ്തിരിക്കുന്ന അത്യാവശ്യം കുഴപ്പമില്ല. കുട്ടികൾക്കൊക്കെ വന്നു കഴിഞ്ഞാൽ എൻജോയ് ചെയ്യാൻ നന്നായിട്ട്. ഇനിയും ഈ ഒരു ഇങ്ങോട്ടുള്ള കേബിൾ കാർ സംവിധാനം വന്നു കഴിയുമ്പം ഓട്ടോമാറ്റിക്കായിട്ട് ഇത് ഇനിയും വികസിക്കും. ഇനിയും ആളുകൾ ഒത്തിരി ഇങ്ങോട്ട് ഒഴുകും. അപ്പോൾ പക്ഷേ ഇതിനകത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ പഞ്ചായത്തിൻ്റെ അണ്ടറിൽ വരുന്നതാണ്. അപ്പം ഇവിടെയൊക്കെ ഒത്തിരി മാലിന്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഒത്തിരി വലിയ ബോർഡുകളൊക്കെ വെച്ചിട്ടുണ്ടെങ്കിലും ഇങ്ങനെയുള്ള കുറച്ച് സംഭവങ്ങൾ കാണാൻ സാധിക്കുന്നുണ്ട്. അത് നമ്മൾ മാക്സിമം ഒഴിവാക്കാമെന്നുണ്ടെങ്കിൽ അവിടെ വന്ന കുറച്ച് പാസഞ്ചേഴ്സ് പറഞ്ഞ സംഭവമാണിത്. അപ്പം ഇതൊന്ന് ക്ലിയർ ചെയ്യാമെന്നുണ്ടെങ്കിൽ പാതിരാമണലിനെ നമുക്ക് പിടിച്ചാൽ കിട്ടാത്ത ലെവലിലേക്ക് വളർത്തിയെടുക്കാനായിട്ട് പറ്റും. അത് വരുന്ന സഞ്ചാരികളും ഒപ്പം
ഇത് ഭരണ സംവിധാനങ്ങളും എല്ലാവരും ഒരുപോലെ നിന്നാൽ മാത്രമേ അത് നടക്കത്തുള്ളൂ. വർഷങ്ങൾക്ക് ഞങ്ങൾ കുറേ കാലമായി കേട്ടോ. നമ്മുടെ പഴയ ക്യാമറാമാനായിരുന്നു, ആളെ നമുക്ക് വീണ്ടും തിരിച്ച് കിട്ടി. ഗൾഫിലായിരുന്നു കേട്ടോ. ഗൾഫിൽ നിന്ന് കഴിഞ്ഞ ദിവസം വന്നു നമ്മുടെ സായിപ്പ്. ആലപ്പുഴയിൽ വരുന്ന ടൂറിസ്റ്റുകൾ അല്ലെങ്കിൽ ആലപ്പുഴയിൽ വരുന്ന സഞ്ചാരികളാരും നമ്മുടെ ഈ പാതിരാമണൽ മിസ് ചെയ്യേണ്ട. കാരണം വളരെ ഭംഗിയുള്ളതും നല്ല അടിപൊളി സംഭവമാണ് കേട്ടോ. അതായത് കായലിന് നടുക്ക് നിൽക്കുന്ന ഈ ഒരു പാതിരായിലും തിളങ്ങുന്ന വെട്ടിത്തിളങ്ങുന്ന ഈ ഒരു ദ്വീപിലേക്ക് നിങ്ങളെല്ലാവരെയും ഞങ്ങൾ ക്ഷണിക്കുകയാണ്. ഇത് ആലപ്പുഴ വരുന്നവരെല്ലാം നമ്മുടെ ആലപ്പുഴ ബീച്ചോ അല്ലെങ്കിൽ അതുപോലെ തന്നെ ബോട്ടിങ് കണ്ട് മാത്രം തിരിച്ചു പോകുന്നവരാണ്. പല ആളുകൾക്കും ഈ പാതിരാമണൽ ദ്വീപ് എന്ന് പറയുന്നത് അറിയില്ല. ഇത് നമ്മുടെ ആലപ്പുഴ ജില്ലയിലും മുഹമ്മ പഞ്ചായത്തിലായിട്ടാണ് ഈ ഒരു ദ്വീപ് സ്ഥിതി ചെയ്യുന്നത്. ഇപ്പോൾ 100 ഏക്കറോളം സ്ഥലം ഈ ഒരു കായലിന് നടുക്കായിട്ട് നിൽക്കുകയാണ്. ഇവിടെ ഒത്തിരി ആളുകളൊക്കെ താമസിച്ചിരുന്നതാണ് പണ്ട്, പക്ഷെ അവരെയൊക്കെ ഒഴിപ്പിച്ചു. പണ്ട് ഇവിടം വിട്ടു പോയതാണ്. ഇപ്പോൾ ഇത് വിജനമായി നല്ല സുഖമായിട്ട് ഇങ്ങനെ കിടക്കുകയാണ്. വരുന്നവർക്കൊക്കെ ആസ്വദിക്കുകയും അതുപോലെ തന്നെ ഇവിടെ ഒരു ശുദ്ധവായുവൊക്കെ ശ്വസിച്ച് നിങ്ങളുടെ ഈവൻറ്റ് പ്രോഗ്രാമുകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരുമിച്ച്, ഞാൻ പറയുന്നത് നമുക്കൊക്കെ ഈ പറഞ്ഞ പോലെ ഒരേ മീറ്റിങ്ങുകളൊക്കെ കൂടുകയോ അല്ലെങ്കിൽ അതുപോലെ തന്നെ നിങ്ങൾക്കൊക്കെ എല്ലാവരും ഈ ക്ലാസ്മേറ്റ്സൊക്കെ നമ്മൾ ഇതൊക്കെ ചെയ്യുന്നതാണ്. പൂർവ്വ വിദ്യാർത്ഥി സംഗമമൊക്കെ നടത്താറ്. വേണമെങ്കിൽ ഒരു ദിവസമൊക്കെ വന്ന് ഇവിടെ വെച്ച് നിങ്ങൾക്ക് ടൈം സ്പെൻഡ് ചെയ്യാം. അതിനുള്ള സ്ഥലവും സംവിധാനങ്ങളെല്ലാം ഉണ്ട്. ഇപ്പം വെള്ളവും ചായയും ഒക്കെ സ്നാക്സും ഒക്കെ കഴിക്കാനുള്ള സംഭവങ്ങളൊക്കെ ഇവിടെ ഉള്ളതുകൊണ്ട്, അതേപോലെ നല്ല ടോയ്ലറ്റുകളുണ്ട്. അതുകൊണ്ട് പഴയ ബുദ്ധിമുട്ടുകളൊന്നുമില്ല. നമ്മൾ ആരെങ്കിലും ചോദിക്കുമ്പോൾ എല്ലാവരും പറയുന്നത് വെച്ചാൽ, ഞാൻ വന്നിട്ടുണ്ട്, പണ്ടൊരു പട്ടിക്കാട് സ്ഥലം, മൂത്രമൊഴിക്കാൻ സ്ഥലമില്ല, വെള്ളം കുടിക്കാൻ രക്ഷയില്ല, വന്ന് പെട്ടുപോകും. ആ ഒരു പ്രശ്നങ്ങളൊന്നും ഇപ്പോൾ ഇല്ല കേട്ടോ. അപ്പോൾ എന്തായാലും വരുന്നവർ ഈ സ്ഥലത്തേക്കൊന്ന് വന്ന് നോക്കിക്കഴിഞ്ഞിട്ട് അഭിപ്രായം പറ. വന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്ത് തരും. സഞ്ചാരികൾ പറഞ്ഞ കറക്റ്റാണ് കേട്ടോ. ഇത് കണ്ട ഹരിതകർമ്മ സേനയൊക്കെ ഉണ്ടായിട്ടും ഇവിടത്തേക്ക് നിറഞ്ഞ് തുളുമ്പി കിടക്കുവാണ്. ഇത് കണ്ട വരുന്ന ആളുകൾ മാക്സിമം ശ്രദ്ധിക്കുന്നുണ്ട്. ഇത് കണ്ട അവരെല്ലാം അതായത് ആ വേസ്റ്റ് ബോക്സിൽ തന്നെയാണ് ഇട്ടിരിക്കുന്നത്. ഇത് കണ്ട ഇവിടത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നിന്നൊക്കെ ഇത് കണ്ടത് ഇവിടെയൊക്കെ ഉണ്ട് കേട്ടോ. വരുന്നവരും ശ്രദ്ധക്കുറവുണ്ടെങ്കിലും അവർ തീർത്തും അവരെ നമുക്ക് പറയാൻ പറ്റില്ല. ഇത് കണ്ടത് ഇവിടെയൊക്കെ ഒത്തിരി വേസ്റ്റ് കിടപ്പുണ്ടെങ്കിൽ പോലും വേസ്റ്റ് ബോക്സ് എല്ലാം നിറഞ്ഞ മുകളിലാണ്. ഇത് കണ്ട കുപ്പിയെല്ലാം മുകളിൽ തന്നെ നിൽക്കുന്നത് എല്ലാത്തിൻ്റെ. ഈ ഹരിതകർമ്മ സേന അല്ലെങ്കിൽ പഞ്ചായത്തിൻ്റെയൊക്കെ കുറച്ചൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇത് കണ്ടതേ ഇവിടെയൊക്കെ ഇത് കൂട്ടിയിട്ടിരിക്കുന്ന നോക്കി. ഇതാണ് അവർ പറഞ്ഞ സംഭവം. ചിലതൊക്കെ നശിഞ്ഞു പോയി കേട്ടോ. നോക്കാൻ ആളില്ലാഞ്ഞിട്ടാണോ പല സാധനങ്ങളും നശിഞ്ഞ ഒരവസ്ഥയിൽ നിൽക്കുന്നുണ്ട്. എന്താണെങ്കിലും സംഭവം അടിപൊളിയാണ്. ഇതൊക്കെ സൂപ്പറാണ് കേട്ടോ. ഇത് കണ്ടോ ഇതൊക്കെ നമ്മുടെ പാതിരാമണൽ ദ്വീപിൽ കിട്ടുന്നതാണ് കേട്ടത്. കുട്ടികളൊക്കെ ഒന്ന് കയറി കളിക്കുക, തൂങ്ങിയ ചാടിയൊക്കെ ചെയ്യാൻ പറ്റുന്ന വള്ളികളൊക്കെയാണ്. ഇവിടെ ഒരു ഏറുമാടത്തിൻ്റെ സെറ്റപ്പൊക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ ഫ്രണ്ടിലേക്ക് വരുമ്പോൾ കയറി വരുന്ന സ്ഥലത്തും ഉണ്ട്. അതുപോലെ തന്നെ നമ്മൾ അകത്തേക്ക് വന്നു കഴിയുമ്പോൾ ഇവിടെ എൻഡിങ്ങിലും ഉണ്ട്. ഇതൊക്കെ നല്ല വൃത്തിക്ക് തന്നെയാണ് കേട്ടോ കിടക്കുന്നത്. ഇതുപോലെ ഏറുമാടം സെറ്റപ്പൊക്കെ ഉണ്ട് കേട്ടോ. ഈ പൈപ്പിലാണ്. അതുപോലെ തന്നെ ബാംബു ഹട്ട് മോഡല് നമ്മുടെ മുളയൊക്കെ കൂടി ചുറ്റി വെച്ച് ഒക്കെ നല്ല ഭംഗിയുള്ള അങ്ങനെയുള്ള കുറേ കാഴ്ചകളൊക്കെ ഉണ്ട് കേട്ടോ. കുട്ടികളെയൊക്കെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഈ വള്ളിയിലൊക്കെ കയറി ഇതുപോലെ ആടി ഇതൊക്കെ അടിപൊളിയാണ് കേട്ടോ. പിള്ളേരൊക്കെ ഏറ്റിരുത്തി കഴിഞ്ഞാൽ നല്ല ഊഞ്ഞാൽ പോലെ ആട്ടാം നല്ല അടിപൊളിയായിട്ട്. ഇതൊക്കെ എത്ര വർഷം പഴക്കമുള്ള മരങ്ങളാണെന്നറിയാമോ? ഇതിൽ നിന്നൊക്കെ കിട്ടുന്ന ശുദ്ധവായുവാണ് നമുക്കിവിടെ ലഭിക്കുന്നത്. ഇവിടെയും ആ ഫ്രണ്ടിലൊക്കെ ഇപ്പൊ കുടുംബശ്രീ സ്റ്റാളുകളൊക്കെ ഉണ്ട്. മുമ്പൊക്കെ വന്നു കഴിഞ്ഞാൽ ഇവിടെ വന്നൊരു വെള്ളം പോലും നമുക്ക് കിട്ടത്തില്ലായിരുന്നു അല്ലേ? ഇപ്പൊ ആ ഒരു സംവിധാനമൊക്കെ മാറി. എങ്ങനെ പോകുന്നു കച്ചവടമൊക്കെ? നന്നായിട്ട് പോകുന്നല്ലേ? ഇപ്പൊ ആളുകൾക്ക് നല്ല അഭിപ്രായമാണല്ലോ ഇപ്പൊ വന്നു കഴിഞ്ഞിട്ട്. ഒന്നുമില്ലായിരുന്നു. എനിക്ക് തോന്നുന്നു മുമ്പ് വന്നു കഴിഞ്ഞാൽ ഒരു വെള്ളം കുടിക്കാൻ രക്ഷയില്ല, ടോയ്ലറ്റ് സംവിധാനം ഇല്ല, അങ്ങനെയുള്ള. അത് മാത്രമല്ല ലേഡീസിനൊക്കെ വരാൻ ഭയങ്കര പേടിയായിരുന്നു മുമ്പ്, കുട്ടികളൊക്കെ ആയിട്ട് വരാനായിട്ട് അല്ലേ, ഒരു കാട്ടിലേക്ക് കയറുന്ന പ്രതീതിയായിരുന്നു. പക്ഷെ ഇപ്പൊ ആ ഒരു ഇതൊക്കെ മാറില്ല. ഇപ്പൊ ഫാമിലി അല്ലേ കൂടുതലും വരുന്നത് അല്ലേ? ഫാമിലിയാണ്. എങ്ങനെയുണ്ട് സെയിലൊക്കെ? എങ്ങനെ അത്യാവശ്യം നമ്മൾ ജസ്റ്റ് വരുന്ന ദിവസം വർക്കിംഗ് ഡേയിൽ അല്ലാതുള്ള ദിവസങ്ങളുണ്ട്. തിരക്കാണല്ലേ? അന്നേരം വലിയ കുഴപ്പമില്ലാതെ കച്ചവടം. ഓക്കെ. നിങ്ങളൊക്കെ ഇവിടെ സമീപ സ്ഥലത്തുള്ളവർ തന്നെ അല്ലേ? കായ്പുറത്തുള്ള തൊട്ടടുത്താണ് വീട്. ഓക്കെ ഓക്കെ. പേരെങ്ങനെയാ? എന്റെ പേര് ശൈലജ ചന്ദ്രൻ. മുൻ ചെയർപേഴ്സൺ ആയിരുന്നു. ഓ അത് ശരി. പിന്നെ ഒരു കവയത്രിയാണ് ഞാൻ. ഓ അടിപൊളി. കഴിഞ്ഞ മാസമാണ് എന്റെ ഒരു ടെസ്റ്റ് ഇറങ്ങിയത്. സരോവരം എന്നാണ് ടെസ്റ്റിന്റെ പേര്. ഇതാണ് സരോവരം അല്ലേ? സരോവരം.
വയലാറിന്റെ വീട്ടിൽ വെച്ചായിരുന്നു. ഓ അത് ശരി. ശൈലജ ചന്ദ്രൻ സരോവരം എന്നാണ് ഇതിന്റെ 2ാം പതിപ്പാണ് അല്ലേ? സെക്കൻഡ് പതിപ്പാണ്. പ്രശസ്ത എഴുത്തുകാരി KP സുധീര, സുധാംശു സാറ്, നീനാക്കുറുപ്പ് ഇവരൊക്കെ സാമൂഹ്യത്തിലാണ് ഇത് ചെയ്തതല്ലേ? അത് ശരി. ഇത് കുഞ്ഞിലെ തൊട്ടേ ഉള്ളതാണോ? ഈ ഒരു എഴുതുമായിരുന്നു. പബ്ലിഷ് ചെയ്യാനായിട്ട് ആലപ്പുഴ സൃഷ്ടിപദങ്കാരൻ ഇപ്പോഴാണ് എനിക്കൊരു അവസരം കിട്ടി. അപ്പൊ അവരുടെ ഇതിൽ നമ്മൾ ചെയ്തു. 130 രൂപയാണ് ഇതിന്റെ വില വരുന്നത്. നമ്മുടെ എവിടെ? DC ബുക്സിലോ? DC ബുക്സ് അല്ല, മറ്റേ ആലപ്പുഴ സൃഷ്ടിപദത്തിന്റെ ഇതല്ലാണ്. സൃഷ്ടിപദത്തിന് എവിടെ എല്ലായിടും കിട്ടും അല്ലേ? ലൈബ്രറിയിലും പോയിട്ടുണ്ടല്ലേ? മൊത്തം പോയിട്ടുണ്ട്. അപ്പം എന്തായാലും തരുവാണോ? താങ്ക് യു. അപ്പൊ എന്തായാലും ഇത് ഞാൻ നോക്കിയിട്ട് ഇതിന്റെ അഭിപ്രായം പറയാം കേട്ടോ. എന്താണെങ്കിലും ഇത് ഈ ഒരു സരോവരം എന്ന് പറയുന്നത് കാണുമ്പോൾ തന്നെ നമുക്കറിയാം, ഒരു വായന ഇഷ്ടപ്പെടുന്ന ആളുകൾ, അതുപോലെ തന്നെ സാഹിത്യവും കലയും ഒക്കെ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് തീർച്ചയായും ഇത് ഇഷ്ടപ്പെടും. മാത്രമല്ല ഇതിന്റെ ഒരു പടം കാണുമ്പം പണ്ട് മനോരമയും മറ്റേ മംഗളങ്ങളൊക്കെ വായിച്ചിട്ടുള്ള രാജീവ് തുറവൂറാണ് സാറാണ് ഇതിന്റെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് അല്ലേ? അപ്പൊ അതായിരിക്കും ആ ഒരു ആർട്ടിസ്റ്റ് രാജീവ് തുറവൂർ അതെ അല്ലേ? എന്താണെങ്കിലും ഇതൊരു തുടക്കമാകട്ടെ. ഇനിയും ഒട്ടേറെ സൃഷ്ടികള് ആ കയ്യിൽ നിന്നുണ്ടാകട്ടെ. ഓക്കെ, ഈ ഒരു ഷോപ്പ് വന്നിട്ട് ഒരു 7 മാസത്തോളമായി. അതുപോലെ തന്നെ ആംഫി തിയേറ്റർ വന്നിട്ട് 2 മാസമേ ആയുള്ളൂ. ഇപ്പം മഴയൊക്കെ ആയത് കാരണം തൽക്കാലത്തേക്ക് നിർത്തിവെച്ചിരിക്കുകയാണ് കേട്ടോ. ഇനി ഒരു 2 മാസം കഴിഞ്ഞിട്ടേ ഉണ്ടാകത്തുള്ളൂ. ആംഫി തിയേറ്റർ നല്ല അടിപൊളി യുക്തയുടെ പരിപാടിയും അങ്ങനെയുള്ള സംഭവമൊക്കെ ഉള്ളതാണ്. പക്ഷേ ഇതൊക്കെയാണ് ബുദ്ധിമുട്ടെന്ന് പറയുന്നത്. കണ്ടത് ഇതൊക്കെ നിറഞ്ഞു നിൽക്കുക. 2 മാസത്തോളമായി ഹരിതകർമ്മസേനയൊന്നും വരുന്നില്ല എന്നുള്ളതാണ് പറയുന്നത്. ചിലപ്പോൾ ഈ വരാനുള്ള ബുദ്ധിമുട്ട് കൊണ്ടായിരിക്കും. എങ്കിൽ പോലും അത് ഇങ്ങനെ കിടക്കുന്നത് ഒരു മോശമാണ്. കണ്ടത് ഇവിടെയൊക്കെ വേസ്റ്റ് ഉണ്ട് നല്ല ശരിക്കും. അതാണ് ഈ ചില ആളുകൾ, അത് നോക്കുന്ന ആളുകൾ അതിൻ്റെ കംപ്ലൈൻറ്റ് ഉറപ്പായിട്ടും പറയും. അതിനകത്ത് നമ്മൾ പരിഭവം വിചാരിച്ചിട്ട് കാര്യമില്ല. ഒരു ടൂറിസ്റ്റ് കേന്ദ്രമാണ്. ടൂറിസം ഉയർത്തിക്കൊണ്ട് വരുന്നതിന് വേണ്ടിയിട്ടുമാണ്. സ്ഥിരം പോകുന്നതാണോ? എങ്ങനെയുണ്ട് പാലമണിൽ? എങ്ങനെയുണ്ട്? അതെ അല്ലേ? ഒരു ഹരിത കർമ്മസേന ഇവിടെ വന്നതായിട്ട് അറിവില്ല. ഇത്ര നല്ല സർക്കാർ സ്ഥാപനങ്ങൾ സർക്കാർ കിട്ടാവുന്ന സംവിധാനം ശരിക്കും ഉപയോഗിക്കട്ടെ. എന്തുകൊണ്ടാണ് ഇത് ഇങ്ങനെ ചെയ്യുന്നത്? ഇതുപോലെ വിദേശത്താണോ അല്ലെങ്കിൽ പ്രൈവറ്റ് ഏജൻസിനെ എത്ര നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും? അത് ചാലുകൾ മുഴുവൻ വേസ്റ്റ് കൊടുന്ന് പറഞ്ഞിട്ടാണ്, പ്ലാസ്റ്റിക് ഡബ്ബുകളും എല്ലാം. എന്താണ് ഇങ്ങനെ നടക്കുന്നത്? എങ്ങനെയുണ്ട്? ടൂറിസം സാധ്യത വളരെ കൂടിയ സ്ഥലമാണ്. പക്ഷെ അതിനെ ഈ പഞ്ചായത്ത് നല്ല രീതിയിൽ പ്രൊമോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇനിയും ധാരാളം ആൾക്കാർ വരാൻ സാധ്യതയുള്ളത്. ഇതുപോലെ ഒറ്റക്കായിട്ടും വരാം, അതേപോലെ തന്നെ നമുക്ക് കൂട്ടമായിട്ടും ഒക്കെ വരാം കേട്ടോ. നമ്മൾ ഈ കായപ്പുറത്ത് വന്നു കഴിഞ്ഞാൽ എങ്ങനെ വേണേലും നമുക്ക് ബോട്ട് കിട്ടും. വേഗയും സീ കുട്ടനാടൊക്കെ ഇതുപോലെ വരുന്നുണ്ട് കേട്ടോ. ഇപ്പം നിലവിൽ സീ കുട്ടനാടിന് വന്ന ആളുകളാണ് ഈ കാണുന്നതൊക്കെ. അവർ മാക്സിമം അത്യാവശ്യം നിറച്ച് തന്നെ ആളെ കയറ്റിയാണ് വരുന്നത്. അപ്പോൾ ആ ആളുകൾ ഉച്ച സമയത്തൊക്കെ ആകുമ്പോൾ ഇവിടെ എത്തുമ്പം അത്യാവശ്യം നല്ല ആളാണ് കേട്ടോ. പിന്നെ വൈകുന്നേരങ്ങളിലും രാവിലെയൊക്കെയാണ് പിന്നെ കൂടുതലായിട്ട് തിരക്ക് വരുന്നത്. ഫുഡ് കഴിക്കാനുള്ള തിരക്കാണ് കേട്ടോ. നല്ല കരിമീനും ഒക്കെ കൂടി കൂട്ടി നല്ല അടിപൊളി ഫുഡൊക്കെ കഴിക്കുക ഇതിനകത്ത് കയറുവാണെങ്കിൽ. ചേച്ചിമാരുടെ ഊണൊക്കെ ഉണ്ട് കേട്ടോ ഇതിനകത്ത്. നമ്മള് പാതിരാമണിൽ നിൽക്കുമ്പോൾ അടുത്തൊരു ബോട്ട് വന്നിട്ടുണ്ട് കേട്ടോ, കേരള സർക്കാരിന്റെ. അതായത് തികച്ചും സോളാറിൽ മാത്രമുള്ള ഒരു ബോട്ടാണ് അല്ലേ? അപ്പൊ ഇതിന്റെ സാറിന്റെ പേര് ഷജാസ്. ഓക്കെ, അപ്പൊ ഇവരിപ്പോ ഇതിന്റെ 2 ജീവനക്കാരുണ്ട്. ഒന്ന് ഷജാസ് സാറാണ്. സാറേ, എങ്ങനെ ഇതിന്റെ പരിപാടിയൊക്കെ? നമ്മൾക്ക് മുഹമ്മയിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ 10 മണി മുതൽ 4 മണി വരെ ഈ ബോട്ട് ഉണ്ടാവും. അതിന് നമ്മൾ ഒരാൾ മുതൽ 10 പേര് വരെ. അപ്പോൾ ഈ ബോട്ടൊന്ന് ഓപ്പറേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് വേണ്ടത് 1000 രൂപ. പിന്നെ 10 പേരെ കൂടെ ആണെങ്കിൽ 100 രൂപ എക്സ്ട്രാ. അതായത് ഇപ്പൊ 10 പേരുള്ള ഒരു ഗ്രൂപ്പ് ആണെങ്കിൽ 1000 രൂപ ഓടിക്കുകയാണെങ്കിൽ ഒരാൾക്ക് 100 രൂപ ആകത്തുള്ളൂ. 100 രൂപയ്ക്ക് ഇവിടെ ജസ്റ്റ് ഒന്ന് വന്ന് സമയം കൊടുക്കുകയാണ്. 1 മണിക്കൂർ ടൈം കൊടുക്കും. തിരിച്ചുകൊണ്ടുപോകും. തിരിച്ച് 2 മണിക്കൂർ പ്രോഗ്രാം. 2 മണിക്കൂർ 100 രൂപയ്ക്ക് 2 മണിക്കൂറാകട്ടെ ഒരാൾക്ക് കിട്ടുന്നത്. അതായത് കായൽ സൗന്ദര്യം ആസ്വദിക്കുകയും ചെയ്യാം, ഈ പാതിരാമണി ദ്വീപും ഒക്കെ കണ്ട് പോകാം. പിന്നെ ഇതിന്റെ ഈ ഒരു ബോട്ടിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ സോളാർ തീർത്തും സോളാറിൽ തന്നെയാണ് അല്ലേ? അപ്പൊ ഈ ടൂർ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ഒരു ഗസ്റ്റിന് ഒരു
പ്രകൃതിക്ക് ഒരു ഇത് ഇഷ്ടമില്ലാത്ത രീതിയിലുള്ള ഒരു പരിപാടിയും വരുന്നില്ല. കാർബൺ എമിഷൻ വരുന്നില്ല. പിന്നെ നമുക്ക് പിന്നെ ഒരു ജെർക്കിങ് വരുന്നില്ല. സ്മൂത്തായിട്ട് വന്ന് ടൂർ ചെയ്ത് സ്മൂത്തായിട്ട് പോകുന്നത്. ഇതാണ് ഇതിന്റെ ക്യാപ്റ്റൻ കേട്ടോ. സാറിന് പേരെങ്ങനെ? അജി. രണ്ടുപേരും മോമക്കാർ തന്നെയാണ്? അല്ല, ഞാൻ മൈക്കോ അല്ലേ? രണ്ടുപേരുടെ സ്ഥലം വൈക്കുന്നല്ലേ. ആ ശരി, ഓക്കെ. ഞങ്ങൾക്ക് ടെക്നിക്കൽ സപ്പോർട്ട് വരുന്നവരാണ്. ഓ, പേരെങ്ങനെ? പ്രണവ്. ഇതിന്റെ എഞ്ചിനീയറാണ്. ഇതിന്റെ അല്ലേ? സോളാറിന്റെ ഇതിന്റെ കമ്പനിയുടെ എഞ്ചിനീയർ. ഓ, അടിപൊളിയാണല്ലോ. നല്ല ലക്ഷറി ലുക്കാണ് കേട്ടോ. നല്ല സൂപ്പർ ലുക്കാണ്. അതായത് എനിക്ക് തോന്നുന്നു ഒരു AC റൂമിലേക്ക് കയറുന്ന പ്രതി, അതായത് എനിക്ക് ഈ കാലാവസ്ഥയിലൊക്കെ കൂടി തന്നെ ആയിരിക്കുമല്ലോ നമ്മുടെ ഈ ഒരു ശുദ്ധവായു കിട്ടുന്നതിന്റെ എല്ലാമായിരിക്കും. നല്ല ലക്ഷറി ലുക്കാണ്, നല്ല സീറ്റാണ്. പക്ഷെ 10 പേരെന്ന് പറഞ്ഞാൽ സീറ്റ് വിഷയം കുറെ ഉണ്ടല്ലോ. ഇത് 10 അല്ല, എത്ര പേർക്ക് വരെ ഇരിക്കാം? 34. മിനിമം നമ്മൾ വണ്ടി അനക്കണമെങ്കിൽ 10 പേര് വേണം. 10 പേര് വേണം. ഒരാളായാലും 1000 രൂപ, 10 പേരായാലും 1000 രൂപ കൊടുത്താൽ നമ്മൾ വണ്ടി അനക്കും ഒരാൾക്കാണെങ്കിൽ. അടിപൊളിയാണ്. ഞാൻ ചോദിക്കുന്നത്, ഞാൻ പറയുന്നത് ഇപ്പൊ നമ്മളിപ്പോ ഒരു പ്രൈവസി ആയിട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ഇത്രയേ ഉള്ളൂ. 1000 രൂപ കൊടുത്താല് നിങ്ങൾക്ക് ഒറ്റയ്ക്കും പോകാം, ഒരു ഫാമിലിക്കും പോകാം. എങ്ങനെയാണ്? ഇവരെന്തിനും തയ്യാറാണ് കേട്ടോ, ഇവരെന്തിനും തയ്യാറാണ്. പക്ഷെ നമുക്ക്, ഞാൻ പറയുന്നത് ഏറ്റവും നല്ലത് നിങ്ങൾ ഗ്രൂപ്പായിട്ട് ഒരു ഗ്രൂപ്പ് മീറ്റിങ്ങും അതുപോലെ തന്നെ ഒരു ഈവന്റ് പ്രോഗ്രാമോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അല്ലേ, നമ്മള് ഈ ഒരു പൂർവ്വ വിദ്യാർത്ഥി സംഘമൊക്കെ ഉണ്ടെങ്കിൽ ഒരു ഗ്രൂപ്പായിട്ട് വന്നു കഴിഞ്ഞാൽ അടിപൊളിയാണ്. പൈസ എന്ത് ലാഭമാണ് അല്ലേ? ഒരാൾക്ക് ഒരു 100 രൂപ റേഞ്ചിൽ ഇവിടുന്ന് പോകാം. അപ്പൊ എന്തായാലും സന്തോഷം കേട്ടാ, ഇത് കണ്ടതിനും കാണിച്ചതിനും. ഈ ഭാഗത്തൊക്കെ ഉണ്ട് കേട്ടോ അത്യാവശ്യം ഇതിനുള്ള പാർക്ക് സെറ്റപ്പ് ഒക്കെ, ആൾക്കാർക്ക് ഇരിക്കുകയും കളിക്കുകയൊക്കെ ചെയ്യാവുന്ന സംഭവമൊക്കെ ഈ ഭാഗത്തും ഉണ്ട് കേട്ടോ ഒത്തിരി. പക്ഷെ ഇത് നോക്കിയ ഒരു ഏറുമാടത്തിൻ്റെ അവസ്ഥ നോക്കി, ഇത്രയും നല്ലൊരു സ്ഥലത്ത് ഈ ഒരു ഏറുമാടം നശിഞ്ഞ അവസ്ഥയാണ്. എത്ര രൂപ വരുമാനം കിട്ടുന്നൊരു സ്ഥലമാണ്. അത് കെട്ടി വെച്ചിരിക്കുക കേട്ടോ, കയറാൻ രക്ഷയില്ലാതെ. പക്ഷെ അതുണ്ടായിരുന്നെങ്കിൽ നല്ല രസമുണ്ട്. ഒരു നാച്ചുറൽ ഏറുമാടം പോലെ തന്നെയുണ്ട് കേട്ടോ. ചെറിയ പൈപ്പൊക്കെ അവിടെ എവിടെയും വെച്ചിട്ട് കൊടുത്തിട്ടുണ്ടെന്നേ ഉള്ളൂ. എങ്കിൽ പോലും ഒരു സാധാരണ ഒരു ആർട്ടിഫിഷ്യൽ ഇത് നമുക്ക് തോന്നാത്ത രീതിയിൽ തന്നെയാണ് അവർ ചെയ്തിരിക്കുന്നത്. പക്ഷേ സാധനം മൊത്തം പൊളിഞ്ഞു പോയിരിക്കുക. ഇവിടെ വരുന്നവർക്ക് ടിക്കറ്റ് ഉണ്ട്. കുട്ടികൾക്ക് 25 രൂപയും അതിൽ മുതിർന്ന ആളുകൾക്ക് 50 രൂപയാണ് ടിക്കറ്റ് ചാർജ് ഈടാക്കുന്നത്. ഈ സാധനത്തിനെ കണ്ടില്ല അവർ പേടിച്ചു ഓടുക കേട്ടോ. ഉടുമ്പുകളുടെ മെയിൻ ഏരിയ കേട്ടോ ഇത്. മീൻ പിടിക്കാൻ പോവുക. ഇത് കണ്ട, അതിനകത്ത് കയറാൻ പോയിട്ട് കയറ്റുന്നില്ല. കാരണം വെച്ചാൽ അത് പൊളിഞ്ഞു കിടക്കുകയാണ്. അതിനകത്ത് വേണം അപകടം ഉണ്ടായാൽ 2-3 മാസമായെന്നാണ് ഇവിടെ ഉള്ളവരൊക്കെ പറയുന്നത്. ഇത് ഈ ഒരു ഭാഗത്തായിട്ട് ഒരു ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് വരണം. ഒരു ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ നമ്മളിപ്പം നിലവിൽ ഈ കയറുകയും ഇറങ്ങുകയും ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന കുറച്ച് പ്രശ്നങ്ങളുണ്ട് ഈ ജെട്ടി ഭാഗത്തായിട്ട്. ആ പ്രശ്നം മാറിക്കിട്ടും. ഒരു ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് വന്നു കഴിഞ്ഞാൽ പല സ്ഥലത്തു നിന്നുള്ള ഇത് വരുന്നതാണ് ആളുകൾ. പല ബോട്ടുകൾ പല സ്ഥലത്തു നിന്നും വരുന്നുണ്ട്. ഇപ്പോൾ ഈ കിടക്കുന്നത് ഇത് മൊഹമ്മ ജെട്ടി എന്നുള്ളതാണ്. ഈ കിടക്കുന്നത് നമ്മുടെ കുമരകം ഭാഗത്തു നിന്ന് വന്ന ബോട്ടാണ്. പിന്നെ ഇപ്പുറം തന്നെ ആലപ്പുഴയിൽ നിന്ന് വന്നതുണ്ട്, അതുപോലെ തന്നെ കായപ്പുറം ജെട്ടിയിൽ നിന്ന് വന്നതുകൊണ്ട്, അങ്ങനെ പല സ്ഥലത്തു നിന്ന് ഒരേ സമയം കുമരകത്തു നിന്ന് വരുന്നതുകൊണ്ട് ഇങ്ങനെ ഒരേ സമയം ഇങ്ങനെ പല സ്ഥലത്തു നിന്ന് വരുന്നതാണ്. അപ്പോൾ ഒരു ഫ്ലോട്ടിംഗ് ബ്രിഡ്ജൊക്കെ വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ ഒരു ടൂറിസത്തിന് ഒരു മുതൽക്കൂട്ടാണ്. അതുപോലെ തന്നെ ഒരു സവാരി മീൻസ് ഇങ്ങനെ റൗണ്ട് ഇങ്ങനെ ചുറ്റി വരുന്ന രീതിയിലുള്ള ഒരു സവാരി ഇത് ചെയ്യണം. ആ ഭാഗത്തായിട്ട് അതിൻ്റെ ചെളിയൊക്കെ അടിഞ്ഞു കിടപ്പുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ അതൊക്കെ ഇങ്ങനെ മാറ്റി ഇതിനൊരു മൊത്തം ഒരു വേലിക്കുള്ളിലാക്കുകയും പുറത്തുനിന്ന് അപ്പുറത്തും അപ്പോൾ ആ ഭാഗത്തു നിന്നൊന്നും ആർക്കും കയറാൻ പറ്റാത്ത രീതിയിലൊക്കെ ഇതൊന്ന് സെറ്റ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ ഇപ്പം തന്നെ ലക്ഷക്കണക്കിന് രൂപ മാസം വരുമാനം കിട്ടുന്ന ഒരു ദ്വീപാണിത്. ഇത് കാലക്രമേണ അത് കോടിക്കണക്കിന് രൂപ മാസം വരുന്ന ഒരു ദ്വീപാക്കി മാറ്റാനായിട്ട് സാധിക്കും. നമ്മൾ കായപ്പുറം ജെട്ടിയിൽ നിന്ന് നമുക്ക് ഇങ്ങോട്ട് പാതിരാമണൽ ദ്വീപിലേക്കും അതുപോലെ തന്നെ പാതിരാമണൽ ദ്വീപിൽ നിന്ന് നമുക്ക് തിരിച്ചും കായപ്പുറം ജെട്ടിയിലേക്ക് നമുക്ക് പോകുന്നത് ബോട്ടിലാണ്. പക്ഷെ നമുക്കത് നമ്മൾ വന്ന ബോട്ട് തന്നെ വേണമെന്ന് നമുക്ക് കാത്തിരിക്കേണ്ട. പക്ഷെ ഇവരെല്ലാം നല്ല ഐക്യത്തോടുകൂടിയാണ് ഇവർ ചെയ്യുന്നത്. കാരണം വെച്ചാൽ നമ്മൾ വരുന്ന ആളുകളെ നമ്മൾ നോട്ട് ചെയ്താണ് വെക്കുന്നതെങ്കിൽ നമുക്ക് ഇപ്പോൾ വരുന്ന ബോട്ടിൽ തിരിച്ചടുത്ത കസ്റ്റം പാസഞ്ചേഴ്സിനെ കൊണ്ട് വരുന്ന ബോട്ടിലാണെങ്കിലും നമുക്ക് തിരിച്ചു പോകാം. ഇതിനകത്ത്
ഒരു നല്ലൊരു ഗ്രൂപ്പായിട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ സുഖമായിട്ട് പോരാൻ പറ്റുന്ന ഒരു ബോട്ടാണ്. 60 പേർക്ക് ഇരിക്കാവുന്ന സീറ്റുള്ളൊരു ബോട്ടാണ് കേട്ടോ ഇത്. അതായത് എങ്ങനെ കളിച്ചെന്ന് പറഞ്ഞാൽ ഇത് നമുക്ക് ഈ വരുന്നവരെ സംബന്ധിച്ചോളം ഇത് ഭയങ്കര ലക്കാണ്. കാരണം ഇത്രയും വരുന്ന ഒരു ഗ്രൂപ്പിന് ഒരുമിച്ചിരുന്ന് ആസ്വദിക്കുകയും ഒക്കെ ചെയ്യും. ഇപ്പോൾ പാതിരാമണി മാത്രമല്ല, നിങ്ങൾക്കിപ്പം വേറെ നമുക്ക് പോകുന്നത് വേറെ സാമാന്യമൊക്കെ ചെയ്യാം. വേറെ നമുക്ക് റെസ്റ്റോറൻറ്റിൽ പോകണമെങ്കിൽ അങ്ങനെ നമ്മൾ മണിക്കൂറുകൾ പോകും. മണിക്കൂറുകൾ പോയി റെസ്റ്റോറൻറ്റിൽ ചെന്ന് നമ്മൾ ഊണാണെങ്കിൽ ഊണ് കഴിച്ച് നമുക്ക് അവിടെ നിന്ന് അവിടെ കുറച്ച് കാലം നടന്ന് തവണാറ്റിൻ്റെ പ്രത്യേക സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും അല്ലേ? അത് കനാൽ സൈഡിൽ കൂടെ പോകും. ആ കൂട്ടത്തിൽ നമുക്ക് പാതിരാമണലിൽ കാണണം, പാതിരാമണലിൽ കാണണം. കാണാൻ അത് നമുക്ക് പോരാം. ഇവിടുത്തെ ബോട്ടിനൊക്കെ വന്നു കഴിഞ്ഞാൽ കേട്ടോ ഇവരൊക്കെ എല്ലാവരും നല്ല സഹകരിക്കുന്ന ആളുകളാണ് കേട്ടോ. കാരണം അല്ലേ എല്ലാ രീതിയിലും ഇവര് സഹകരിക്കുന്ന ആളുകളാണ് എല്ലാവരും. അതേപോലെ വലിയ ബോട്ടൊന്നുമില്ല. ബാച്ചിലേഴ്സ് ആണെങ്കിലും അതുപോലെ തന്നെ സ്ത്രീകൾ മാത്രമായിട്ടാണെങ്കിലും ഫാമിലി ആണെങ്കിലും എങ്ങനെയാണെങ്കിലും വന്ന് അടിച്ച് പൊളിച്ച് തിരിച്ചു പോവാം. ആലപ്പുഴ നെഹ്റു ട്രോഫി വള്ളംകളിയും ആലപ്പുഴ ബോട്ടിങ്ങൊക്കെ ലോക പ്രശസ്തമാണ്. അതുപോലെ തന്നെ പ്രശസ്തിയിലേക്ക് വരാൻ പറ്റുന്ന ഒരു കാര്യമാണ് നമ്മുടെ ആലപ്പുഴയിലെ ഈ പാതിരാമണൽ ദ്വീപും. ഈ ദ്വീപും വേറൊരു ലെവലാണ്. കാരണം വെച്ചാൽ നമ്മുടെ കായലിന് നടുക്ക്, വേമ്പനാട്ട് കായലിൻ്റെ നടുക്കായിട്ട് നിലകൊള്ളുന്ന ഒരു പാതിരയിലും തിളങ്ങുന്ന എന്നറിയപ്പെടുന്ന ഒരു ദ്വീപാണ് പാതിരാമണൽ ദ്വീപ്. ആ പേര് തന്നെ പാതിരാമണലിന് കിട്ടിയത് അതുകൊണ്ടാണ്. അപ്പോൾ എന്തായാലും ഈ പാതിരാമണൽ ദ്വീപ് എന്ന് പറയുന്നത് നമ്മുടെ മുഹമ്മക്കാരുടെ ഒരു വികാരമാണ്, ഒരു സ്വപ്നമാണ്. അതിന് ഒരു സാക്ഷാത്കാരം ഉണ്ടാകുക തന്നെ ചെയ്യും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇപ്പോൾ ഈ ഒരു പുതിയ വരവോടുകൂടി പാതിരാമണൽ ദ്വീപ് വേറൊരു ലെവലിലേക്ക് വരികയാണ്. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു വീഡിയോ കാണുന്നവരും സൈനിങ് ഔട്ട് മൻസൂർ മുഹമ്മദ്.